നമസ്കാരം. +1 ജിയോഗ്രഫി 4-ാം അധ്യായം കാലാവസ്ഥ എന്നൊരു ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-ാം ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2-ാം ഭാഗം ഇന്ന് നോക്കാം. ടിബറ്റൻ ഉന്നതതടം ജെറ്റ് പ്രവാഹങ്ങളുടെ സഞ്ചാരപഥത്തിൽ ഒരു മാർഗതടസ്സമായി നിലകൊണ്ട് ഇവയെ 2 ശാഖകളായി വിഭജിക്കുന്നു. ഇതിൽ ഒരു ശാഖ ടിബറ്റൻ ഉന്നതതടത്തിന് വടക്ക് ഭാഗത്തായി സഞ്ചരിക്കുന്നു. അതേസമയം ഇതിൻ്റെ തെക്കൻ ശാഖ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ നിന്നും കിഴക്ക് ദിശയിൽ നിന്നും സഞ്ചരിക്കുന്നു. ഫെബ്രുവരി മാസത്തിൽ ഇവ ഏകദേശം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശങ്ങളിലൂടെ 200 മുതൽ 300 മില്ലിബാർ മർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലൂടെ വീശുന്നു. ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖയ്ക്ക് ഇന്ത്യയിലെ ശൈത്യകാല കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന സ്വാധീനമുണ്ടെന്ന് കണക്കാക്കുന്നു. അടുത്തത് പശ്ചിമ അസ്വസ്ഥതകളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും. ശൈത്യകാല മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടൽ പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനത്തിൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തിച്ചേരുന്നു. ഈ കാലയളവിലെ രാത്രികാല താപനിലയിലെ ഉയർച്ച സാധാരണയായി ഈ ചക്രവാതങ്ങളുടെ നേരത്തെയുള്ള വരവ് അറിയിക്കുന്നു. ബംഗാൾ ഉൾക്കടൽ പ്രദേശത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നു. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വേഗത കൂടിയവയും ശക്തിയേറിയ മഴയോട് കൂടിയവയും ആയിരിക്കും. ഇവ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരങ്ങളിൽ ആഞ്ഞടിക്കുന്നു. വേഗതയേറിയ കാറ്റും ശക്തിയായ മഴയും കാരണം ഇവയിൽ മിക്കവയും അതിവിനാശകരമായിരിക്കും. ഇവയുടെ സഞ്ചാരഗതി ടെലിവിഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അടുത്തത് വേനൽക്കാല കാലാവസ്ഥ. ഉപരിതല അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും. വേനൽക്കാല ആരംഭത്തോടെ സൂര്യൻ്റെ സ്ഥാനം വടക്കോട്ട് മാറുന്നു. തൽഫലമായി ഉപഭൂഖണ്ഡത്തിൻ്റെ ഉപരിതലത്തിലെയും ഉയർന്ന തലങ്ങളിലെയും വായുസഞ്ചാരത്തിന് പ്രകടമായ ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ജൂലൈ മധ്യത്തോടുകൂടി ഉപരിതലത്തിനടുത്തുള്ള ന്യൂനമർദ്ദ മേഖല അഥവാ ITZ അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖല ഹിമാലയത്തിന് സമാന്തരമായി 20 മുതൽ 25 ഡിഗ്രി വടക്ക് അക്ഷാംശ ദിശയിലേക്ക് നീങ്ങുന്നു. ഈ സമയത്തോടെ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങൾ ഇന്ത്യൻ ഭാഗത്തു നിന്നും പിൻവാങ്ങുന്നു. അടുത്തതായി ITCZ അഥവാ അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖല ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്താണെന്ന് നോക്കാം. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഒരു ന്യൂനമർദ്ദ മേഖലയാണിത്. ഇവിടെ വായു മുകളിലേക്ക് ഉയരുന്നു. ജൂലൈ മാസത്തിൽ ITCZന്റെ സ്ഥാനം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് ഗംഗാ സമതലത്തിന് മുകളിലായിട്ടായിരിക്കും. ഇത് മൺസൂൺ തടം എന്നറിയപ്പെടുന്നു. ഈ മൺസൂൺ തടം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ താപീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുത്തുന്നതിന് പ്രചോദനമാകുന്നു. ITCZന്റെ സ്ഥാനമാറ്റത്തോടെ ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം 40 ഡിഗ്രി ടു 60 ഡിഗ്രി പൂർവ്വ രേഖാംശങ്ങൾക്കിടയിൽ ഭൂമധ്യരേഖ മറികടന്ന് തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിൽ വീശുവാൻ തുടങ്ങുന്നു. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാവുന്നത്. ശൈത്യകാലത്ത് ITCZ തെക്ക് ഭാഗത്തേക്ക് മാറുന്നു. അതിൻ്റെ ഫലമായി കാറ്റിൻ്റെ ദിശ വിപരീതമായി വടക്ക് കിഴക്കു നിന്നും തെക്ക് പടിഞ്ഞാറായി മാറുന്നു. ഇവയാണ് വടക്കു കിഴക്കൻ മൺസൂൺ. ITCZന്റെ വടക്കോട്ടുള്ള മാറ്റവും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നുള്ള ജെറ്റ് പ്രവാഹങ്ങളുടെ പിന്മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ തമ്മിൽ ഒരു കാര്യകാരണ ബന്ധവും നിലനിൽക്കുന്നു. ITCZ എന്നത് ഒരു ന്യൂനമർദ്ദ മേഖലയായതിനാൽ ഇവിടെ വിവിധ ദിശകളിൽ നിന്നുള്ള കാറ്റുകളെ ആകർഷിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഉഷ്ണമേഖലാ സമുദ്രവായു സഞ്ചയം ഭൂമധ്യരേഖ കടക്കുന്നതോടുകൂടി തെക്ക് പടിഞ്ഞാറൻ കാറ്റായി ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ആർദ്രതയാർന്ന ഈ വായുപ്രവാഹമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത്. ായി ജെറ്റ് പ്രവാഹവും ഉന്നതതല വായു ചംക്രമണവും. മുകളിൽ വിശദീകരിച്ചിട്ടുള്ള വായുമർദ്ദവും കാറ്റുകളും ട്രോപ്പോസ്ഫിയറിൽ മാത്രമാണ് രൂപപ്പെടുന്നത്. ജൂൺ മാസത്തിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലുള്ള ഒരു കിഴക്കൻ ജെറ്റ് പ്രവാഹം ഉപദ്വീപിൻ്റെ തെക്കുഭാഗത്തുകൂടെ സഞ്ചരിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ഇത് 15 ഡിഗ്രി വടക്കും
സെപ്റ്റംബർ മാസത്തിൽ 22 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിന് മുകളിലായും സഞ്ചരിക്കുന്നു. സാധാരണയായി ഈ കിഴക്കൻ കാറ്റുകൾ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്ത് 30 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിനപ്പുറം വ്യാപിക്കാറില്ല. കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും. കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങൾ ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളെ ഇന്ത്യയിലേക്ക് ആനയിക്കുന്നു. ഈ ന്യൂനമർദ്ദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴയുടെ വിതരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇവയുടെ സഞ്ചാര പഥത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ഈ ന്യൂനമർദ്ദങ്ങളുടെ ആവർത്തനം, വരവ്, ഗതി, തീവ്രത എന്നിവയെല്ലാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴകളുടെ വിതരണ രീതി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അടുത്തത് ഇന്ത്യൻ മൺസൂണിൻ്റെ സ്വഭാവം. സുപരിചിതമാണെങ്കിലും അല്പം മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് മൺസൂൺ. നൂറ്റാണ്ടുകളായി നിരീക്ഷണം നടന്നു വരുന്നുണ്ടെങ്കിൽ കൂടിയും മൺസൂൺ എന്നത് ശാസ്ത്രജ്ഞരെ കുഴക്കുന്ന ഒരു പ്രതിഭാസമാണ്. മൺസൂണിൻ്റെ യഥാർത്ഥ സ്വഭാവവും കാരണവും കണ്ടെത്തുന്നതിന് ധാരാളം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു സിദ്ധാന്തത്തിനു പോലും മൺസൂണിനെ പൂർണ്ണമായി വിവരിക്കുവാൻ സാധിച്ചിട്ടില്ല. സമീപകാലത്തായി ഒരു മുന്നേറ്റമുണ്ടായത് മൺസൂണിനെ ആഗോളതലത്തിൽ പഠനവിധേയമാക്കിയപ്പോഴാണ്. ദക്ഷിണേഷ്യൻ പ്രദേശങ്ങളിലെ മഴയുടെ കാരണങ്ങളെക്കുറിച്ച് വ്യവസ്ഥാപിതമായ പഠനം മൺസൂണിൻ്റെ കാരണങ്ങളെയും സവിശേഷതകളെയും സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് ഏറെ സഹായകമായി. ഇതിൽ പ്രധാനമായവ: മൺസൂണിൻ്റെ ആരംഭം. മൺസൂൺ അഥവാ ഉദാഹരണം ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ, അവയുടെ ആവർത്തനവും മൺസൂൺ മഴയും തമ്മിലുള്ള ബന്ധം, മൺസൂണിലെ ഇടവേള എന്നിവയാണ്. മൺസൂണിൻ്റെ ആരംഭം. വേനൽക്കാലങ്ങളിൽ കരയും കടലും വ്യത്യസ്തമായി ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നതാണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവഹിക്കുന്നതിന് കാരണം എന്നതായിരുന്നു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ കരുതപ്പെട്ടിരുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സൂര്യൻ്റെ നേർരേഖയിലുള്ള രശ്മികൾ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ ആയിരിക്കുന്നതിനാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കുള്ള വിസ്തൃതമായ കരഭാഗം അതിയായി ചൂടുപിടിക്കുന്നു. ഇത് ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് തീവ്രമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഇതേസമയം ജലം സാവധാനം ചൂടാകുന്നതിനാൽ കരകൾക്ക് തെക്കുള്ള ഇന്ത്യൻ മഹാസമുദ്ര ഭാഗത്ത് ഉച്ചമർദ്ദമായിരിക്കും. ന്യൂനമർദ്ദ കേന്ദ്രങ്ങൾ മധ്യരേഖയ്ക്കപ്പുറത്തേക്ക് തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കുന്നു. ഈ സാഹചര്യങ്ങൾ ITCZ വടക്കോട്ട് മാറുന്നതിന് സഹായമാകുന്നു. തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങൾ മധ്യരേഖ മറികടക്കുമ്പോൾ ദിശാവ്യതിയാനം സംഭവിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തുന്നു. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഇവ 40 ഡിഗ്രി മുതൽ 60 ഡിഗ്രി പൂർവ്വ രേഖാംശങ്ങൾക്ക് മധ്യേയാണ് ഭൂമധ്യരേഖ മറികടക്കുന്നത്. ITCZൻ്റെ സ്ഥാനമാറ്റം ഹിമാലയത്തിന് തെക്ക് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്തു നിന്ന് പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ പിന്മാറ്റം എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പശ്ചിമ ജെറ്റ് പ്രവാഹം പിൻവാങ്ങിയതിനു ശേഷം മാത്രമാണ് 15 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് പൂർവ്വ ജെറ്റ് പ്രവാഹങ്ങൾ രൂപപ്പെടുന്നത്. ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹമാണ് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പെടലിന് അഥവാ പെട്ടെന്നുള്ള ആരംഭത്തിന് കാരണം. ഇനി മൺസൂണിൻ്റെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ 1-ാം തീയതിയോടെ കേരള തീരത്ത് എത്തുകയും വളരെ വേഗത്തിൽ വ്യാപിച്ച് ജൂൺ 10-നും 13-നും മധ്യേ മുംബൈ തീരത്തും കൊൽക്കത്തയിലും എത്തുന്നു. ജൂലൈ മധ്യത്തോടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ വ്യാപിക്കുന്നു. അടുത്തത് എൽനിനോയും ഇന്ത്യൻ മൺസൂണും. ഓരോ 3 മുതൽ 7 വർഷത്തിലുമൊരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്കും കാരണമാകുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനിനോ. ഇതിൽ സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും പ്രതിഭാസങ്ങൾ ഉൾപ്പെടുന്നു. കിഴക്കൻ പസഫിൻ സമുദ്രത്തിൽ പെറു തീരത്തിൻ്റെ ആഴക്കടലിൽ ഉഷ്ണജല പ്രവാഹങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ഇവ ഇന്ത്യ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലെയും കാലാവസ്ഥയെ ബാധിക്കുന്നു. ക്ഷീരജല പ്രവാഹമായ പെറു അല്ലെങ്കിൽ ഹംബോൾട്ട് പ്രവാഹത്തെ താൽക്കാലികമായി മാറ്റി പ്രസ്തുത സ്ഥാനത്ത് എത്തുന്ന മധ്യരേഖാ ഉഷ്ണജല പ്രവാഹത്തിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് എൽനിനോ. ഈ പ്രവാഹങ്ങൾ പെറുവിയൻ തീരത്തെ താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർത്തുന്നു. ഇവ
മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാക്കുന്നു. സമുദ്ര പ്ലവകങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. ഇത് കടലിൽ മത്സ്യങ്ങളുടെ എണ്ണം കുറയ്ക്കുവാനിടയാക്കുന്നു. എൽനിനോ എന്ന വാക്കിനർത്ഥം ഉണ്ണിയേശു എന്നാണ്. കാരണം ഈ ജലപ്രവാഹം ഡിസംബറിൽ ക്രിസ്തുമസോടെയാണ് വന്നെത്തുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ പെറുവിൽ ഡിസംബർ വേനൽക്കാല മാസമാണ്. വേനൽക്കാല മാസമാണ്. ഇന്ത്യയിൽ എൽനിനോ ദീർഘ മൺസൂൺ പ്രവചനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. 1990-91 കാലത്ത് സംഭവിച്ച എൽനിനോ പ്രതിഭാസം ഇന്ത്യയുടെ ഏകദേശം മിക്ക ഭാഗങ്ങളിലും മൺസൂണിൻ്റെ ആരംഭം 5 മുതൽ 12 ദിവസത്തോളം വൈകുന്നതിന് കാരണമായി. ഇനി മഴക്കാറ്റുകളും മഴയുടെ വിതരണവും. ഇന്ത്യയിൽ 2 തരം മഴക്കാറ്റുകൾ ലഭിക്കുന്നു. ബംഗാൾ ഉൾക്കടൽ രൂപപ്പെടുകയും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തേത്. ഇന്ത്യയുടെ പശ്ചിമ തീരങ്ങളിൽ മഴ നൽകുന്ന തെക്കുപടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയാണ് രണ്ടാമത്തേത്. പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും പർവ്വതവൃഷ്ടിയാണ്. കാരണം ഈർപ്പം നിറഞ്ഞ മഴക്കാറ്റിനെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുകയും തന്മൂലം മുകളിലേക്കുയരുന്ന ഈ കാറ്റിൽ നിന്ന് മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ലഭിക്കുന്ന മഴയുടെ തീവ്രത 2 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പുറംകടൽ കാലാവസ്ഥാ സ്ഥിതികൾ, ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖ ജെറ്റ് പ്രവാഹത്തിൻ്റെ സ്ഥാനം എന്നിവ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളുടെ ആവൃത്തി ഓരോ വർഷവും വ്യത്യസ്തമാണ്. മൺസൂൺ തടം എന്നറിയപ്പെടുന്ന ITCZന്റെ സ്ഥാനമാണ് ഇന്ത്യയിലുള്ള ഇത്തരം ചക്രവാതങ്ങളുടെ സഞ്ചാരപാത നിർണ്ണയിക്കുന്നത്. മൺസൂൺ തടത്തിൻ്റെ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ ന്യൂനമർദ്ദങ്ങളുടെ സഞ്ചാരപാതയിലും ദിശയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ലഭിക്കുന്ന മഴയിലെ അളവും തീവ്രതയും വർഷാവർഷം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തവണകളായി ലഭിക്കുന്ന മഴ പശ്ചിമ തീരങ്ങളിൽ പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടും ഉത്തരേന്ത്യൻ സമതലങ്ങളിലും ഉപദ്വീപീയ ഇന്ത്യയുടെ വടക്കു ഭാഗത്തും തെക്ക് കിഴക്കു നിന്ന് വടക്ക് കിഴക്ക് ഭാഗത്തേക്കും കുറഞ്ഞു വരുന്ന പ്രവണത കാണിക്കുന്നു. അടുത്തത് മൺസൂൺ ഇടവേള. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ചതിനു ശേഷം 1 അതിൽ കൂടുതലോ ആഴ്ചകൾ മഴ ലഭിക്കാതിരിക്കുന്നതാണ് മൺസൂൺ ഇടവേള. മഴക്കാലങ്ങളിൽ ഇത്തരം വരണ്ട ഇടവേളകൾ സാധാരണമാണ്. വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ഇടവേളകൾ വ്യത്യസ്ത കാരണങ്ങളാൽ സംഭവിക്കുന്നു. 1. ഉത്തരേന്ത്യൻ ഭാഗത്തെ ITCZന്റെ അഥവാ മൺസൂൺ തടത്തിലൂടെ മഴക്കാറ്റുകൾ തുടർച്ചയായി വീശാതിരുന്നാൽ ഇവിടെ മഴ ലഭിക്കാതിരിക്കുന്നതിന് കാരണമാകുന്നു. അടുത്തത് പശ്ചിമ തീരങ്ങളിൽ മൺസൂൺ ഇടവേളകൾ ഉണ്ടാകുന്നത് മഴക്കാറ്റുകൾ തീരത്തിന് സമാന്തരമായി വീശുമ്പോഴാണ്. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ 2ാം ഭാഗം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ പാർട്ട് 1ഉം ഈ പാർട്ട് 2ഉം എല്ലാവരും നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.